നേതാക്കളെല്ലാവരും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താനെത്തി. AK ആന്റണി, VM സുധീരൻ, O രാജഗോപാൽ എന്നിവർക്ക് തിരുവനന്തപുരം ജില്ലയിലായിരുന്നു വോട്ട്. ആന്റണി ജഗതി AUP സ്കൂളിലും VM സുധീരൻ കുന്നുകുഴി LP സ്കൂളിലും വോട്ട് ചെയ്തു. ജവഹർ നഗർ LP സ്കൂളിലായിരുന്നു O രാജഗോപാൽ വോട്ട് ചെയ്യാനെത്തിയത്. കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ, ഇരു മുന്നണികൾക്കും വോട്ട് ചെയ്തിട്ടുള്ള 10,000-കണക്കിന് ആളുകൾ ഈ തവണ മാറി ചിന്തിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. CPM നേതാവ് എളമരം കരീം, RMP നേതാവ് KK രമ തുടങ്ങിയവർ കോഴിക്കോട് ജില്ലയിലെ വിവിധ ബൂത്തുകളിൽ വോട്ട് രേഖപ്പെടുത്തി. തൊടുപുഴ പുറപ്പുഴ ഗവൺമെന്റ് LP സ്കൂളിലായിരുന്നു മന്ത്രി PJ ജോസഫിന്റെ വോട്ട്. ഐക്യജനാധിപത്യ മുന്നണിക്ക് പൊതുവെ അനുകൂലമായ സ്ഥിതിയാണുള്ളത്. RSP നേതാക്കളായ AA അസീസും NK പ്രേമചന്ദ്രനും കൊല്ലത്ത് വോട്ട് ചെയ്തു. CPM നേതാവ് MA ബേബി തിരുവനന്തപുരം സെന്റ് ജോസഫ് സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തി. ഏറ്റവും പുതിയ സംഭവവാസങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തിളക്കമുള്ള ഒരു വിജയം നൽകാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നതാണ്. പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും കണ്ണൂരിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. പിണറായി വിജയൻ പിണറായി ഗവൺമെന്റ് LP സ്കൂളിലും കോടിയേരി ബാലകൃഷ്ണൻ കുന്നുമ്മൽ LP സ്കൂളിലുമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. സിനിമാ താരങ്ങളായ സുരേഷ് ഗോപി ചാത്തമംഗലത്ത് NSS ഹയർ സെക്കൻഡറി സ്കൂളിലും ആസിഫ് അലി തൊടുപുഴ കമ്പങ്കല്ല് ബൂത്തിലും വോട്ട് രേഖപ്പെടുത്തി. തെരഞ്ഞെടുപ്പിൽ BJP വലിയ നേട്ടമുണ്ടാക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. BJP has already started taking its pace. It will rush further. കൂടുതൽ മുന്നോട്ട് കുതിക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, മീഡിയ 1.